ഹലോ, നമ്മളിന്ന് +2 ഒപ്റ്റിക്സിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ ആണ് പഠിക്കാൻ പോകുന്നത്. ഒരു അടിപൊളി ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വലിയ യജ്ഞമൊന്നും നിങ്ങൾ നടത്തണ്ട. ഇത് നല്ല സുഖമുള്ള ഒരു എസ്സേ ആണ്. പക്ഷേ ഇതിൻ്റെ പോയിൻറ്റ്സ് എന്താണെന്നും ഇതിൻ്റെ ലോജിക്ക് എന്താണെന്നും നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ ഒരു പ്രയാസവും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പഠിക്കുകയല്ലേ. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് നമ്മളൊരു ചെറിയ കാര്യം പറയാം. അതിനകത്ത് ഞാൻ പറയുന്നത് മോണോക്രോമാറ്റിക് ലൈറ്റ് എന്താണെന്നാണ്. സോ കേട്ടിട്ടുണ്ടോ? മോണോക്രോമാറ്റിക് ലൈറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മോണോ എന്ന് പറഞ്ഞാൽ മോണോ ആക്ട്, ഒറ്റ ആളാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ മോണോ ആക്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ ആൾ. അപ്പോൾ മോണോ എന്ന് പറഞ്ഞാൽ സിംഗിൾ, ക്രോമ എന്ന് പറഞ്ഞാൽ കളർ. അപ്പോൾ സിംഗിൾ കളർ ലൈറ്റ് എന്നാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ ഒറ്റ കളറുള്ള ലൈറ്റ്. ഇപ്പോൾ സോഡിയം വേപ്പർ ലാമ്പ് നിങ്ങൾ കേട്ട് കാണും. ഈ സോഡിയം വേപ്പർ ലാമ്പിൽ നിന്ന് യെല്ലോ ലൈറ്റ് വരും. ഓക്കെ, ആ ലൈറ്റിനെ നമ്മളൊരു പ്രിസം വഴി കയറ്റി വിട്ടാൽ അതിനകത്ത് നിന്ന് വെളിയിൽ കിട്ടുന്നത് യെല്ലോ മാത്രമായിരിക്കും. നമ്മൾ സാധാരണ ഓർഡിനറി ലൈറ്റിനെ നമ്മളൊരു പ്രിസം വഴി കയറ്റി വിട്ടാൽ 7 കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ആവും. നമ്മൾ പണ്ടേ പഠിച്ചതാണ്. ഓർഡിനറി ലൈറ്റിനെ ഒരു പ്രിസം വഴി കയറ്റി വിട്ടാൽ 7 കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ആവും. അപ്പോൾ അതിനകത്ത് 7 കളേഴ്സ് ഉണ്ട്. അപ്പോൾ 7 വേവ് ലെങ്ത് ഉണ്ട് അല്ലേ. പക്ഷേ നമ്മുടെ സോഡിയം വേപ്പർ ലാമ്പിൽ നിന്നുള്ള ലൈറ്റിനെ നമ്മളൊരു പ്രിസം വഴി കയറ്റി വിടുകയാണെങ്കിലോ വെളിയിൽ വരുന്നത് യെല്ലോ മാത്രമായിരിക്കും. അപ്പോൾ അതിനകത്ത് ഒരൊറ്റ വേവ് ലെങ്ത് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ലൈറ്റിനെ വിളിക്കുന്ന പേരാണ് മോണോക്രോമാറ്റിക് ലൈറ്റ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ചോദിച്ചാൽ ലൈറ്റ് ഫ്രം സോഡിയം വേപ്പർ ലാമ്പ് പറയാം. അപ്പോൾ എന്താണ് മോണോക്രോമാറ്റിക് ലൈറ്റ് എന്ന് പറഞ്ഞാൽ? ലൈറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് എ സിംഗിൾ വേവ് ലെങ്ത് ഓൺലി ഈസ് നോൺ ആസ് മോണോക്രോമാറ്റിക് ലൈറ്റ്. എക്സാമ്പിൾ എന്താണ്? ലൈറ്റ് ഫ്രം സോഡിയം വേപ്പർ ലാമ്പ്. ഒരു പ്രാവശ്യം കൂടെ പറയാം. എന്താണ് മോണോക്രോമാറ്റിക് ലൈറ്റ്? ലൈറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൺലി 1 വേവ് ലെങ്ത് ഈസ് നോൺ ബൈ ദ നെയിം മോണോക്രോമാറ്റിക് ലൈറ്റ്. എക്സാമ്പിൾ ഏതാ? ലൈറ്റ് ഫ്രം സോഡിയം വേപ്പർ ലാമ്പ്. ഇനി നമുക്ക് നമ്മുടെ എസ്സേയിലേക്ക് കടക്കാം. നമ്മൾ പഠിക്കാൻ പോകുന്ന എസ്സേ എന്ന് പറയുന്നത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണ്. എന്താണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്? അപ്പോൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്നാണ്. ഓക്കെ, നല്ല അടിപൊളി സാധനമാണ്. ഇപ്പോൾ യങ് എന്ന് പറയുന്നത് ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹം യഥാർത്ഥത്തിൽ. അപ്പോൾ അദ്ദേഹം ഫിസിക്സിനകത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഫിസിക്സിനകത്തുള്ള ഒരുപാട് നല്ല സൂപ്പറായിട്ടുള്ള എക്സ്പെരിമെൻറ്റുകളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഡോക്ടറായിരുന്നു, കൺസൾട്ടേഷൻ നടത്തുന്ന ഒരു ഡോക്ടറായിരുന്നു. അപ്പോൾ ഫിസിക്സിനടുത്തുള്ള ഇൻട്രസ്റ്റ് കാരണം അദ്ദേഹം ഫിസിക്സിനകത്തുള്ള ഒരുപാട് എക്സ്പെരിമെൻറ്റുകൾ അദ്ദേഹം ചെയ്തു. അപ്പോൾ തോമസ് യങ്ങിൻ്റെ ഒരു എക്സ്പെരിമെൻ്റാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു പ്രയാസമില്ല. ശ്രദ്ധിച്ചിരിക്കുക. അദ്ദേഹം ആദ്യം ഒരു സോഡിയം വേപ്പർ ലാമ്പ് എടുത്തു. അപ്പോൾ ഇതൊരു സോഡിയം വേപ്പർ ലാമ്പാണ്, കണ്ടോ? അപ്പോൾ ഒരു സോഡിയം വേപ്പർ ലാമ്പ് അവിടെ ഇരിക്കട്ടെ. ഇനി അപ്പോൾ ഇത് എമിറ്റ് ചെയ്യുന്നത് എന്ത് ലൈറ്റ് ആണെന്നറിയാം? മോണോക്രോമാറ്റിക് ലൈറ്റ് ആണെന്നറിയാം. ഓക്കെ, ഇനി ഇതിൻ്റെ അടുത്ത് ഒരു ഒപ്പേക്ക് ഷീറ്റ് വെച്ചു. ഒരു മെറ്റൽ ഷീറ്റ് ആയിക്കോട്ടെ. അപ്പോൾ ഇതെന്താണ്? ഒരു ഒപ്പേക്ക് ഷീറ്റാണ്. ഒപ്പേക്ക് ഷീറ്റ്. ഈ ഷീറ്റിൽ ഒരു സ്ലിറ്റ് വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താണ്? സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിടവ്. അപ്പോൾ ഒരു സ്ലിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ലിറ്റിൽ കൂടെ ഈ സോഡിയം വേപ്പർ ലാമ്പിൻ്റെ ലൈറ്റ് അകത്തേക്ക് കയറും. ഇനി തൊട്ടിപ്പുറത്ത് വേറൊരു ഒപ്പേക്ക് സ്ക്രീൻ ഉണ്ട്. അപ്പോൾ ഇതും ഒരു ഒപ്പേക്ക് സ്ക്രീനാണ്. ഒപ്പേക്ക് സ്ക്രീൻ. ഇനി ഇതിനകത്ത് അടുത്തടുത്ത് 2 പാരലായിട്ട് സ്ലിറ്റുകൾ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 സ്ലിറ്റുകൾ വെട്ടിയിട്ടുണ്ട്. ഈ 2 സ്ലിറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D ആണ്, സ്മോൾ d ആണ്. ഇത് യൂഷ്വലി 1 മില്ലിമീറ്റർ ആയിരിക്കും. 1 മില്ലിമീറ്റർ. അപ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹം ചെയ്തത്. ഇനി നിങ്ങൾ തന്നെ പറയുക, ഇതിൽ നിന്നുള്ള ലൈറ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വരും. ഈ വരുന്ന ലൈറ്റ് ഈ സ്ലിറ്റ് വഴി കയറും. അപ്പോൾ ഒരു നാരോ ബീം ഓഫ് ലൈറ്റ് ഇവിടെ വരും. മോണോക്രോമാറ്റിക് ലൈറ്റ് ആണ്. ഈ ലൈറ്റ് വന്നിട്ട് ഈ സ്ലിറ്റിൽ കൂടെയും കയറും, ഈ സ്ലിറ്റിൽ കൂടെയും കയറും. അത് രണ്ടും യെല്ലോ ലൈറ്റ് ആണെന്നുള്ളത് ഓർക്കണം. ഇനി നമ്മളിവിടെ ഒരു സ്ക്രീൻ അറേഞ്ച് ചെയ്യുന്നു, ഒരു വൈറ്റ് സ്ക്രീൻ. അപ്പോൾ ഒരു വൈറ്റ് സ്ക്രീൻ അറേഞ്ച് ചെയ്തു. ഓക്കെ, ഒരു സ്ക്രീൻ അറേഞ്ച് ചെയ്തു. ഓക്കെ, ഈ സ്ക്രീൻ അറേഞ്ച് ചെയ്തത് ഇവിടുന്ന് ഒരു ക്യാപിറ്റൽ D ഡിസ്റ്റൻസിലാണ്. എത്ര ഡിസ്റ്റൻസിലാണ്? ക്യാപിറ്റൽ D. അതെന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. 1 മീറ്റർ ആണ്. അപ്പോൾ അദ്ദേഹം ചെയ്തപ്പോൾ 1 മീറ്റർ ആണ് എടുത്തത്. ഓക്കെ, ഇത്രയും ഓക്കെ ആണേ. ഇനി ഞാൻ പറയാം, നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു? ഈ സ്ലിറ്റ് വഴി ഒരു യെല്ലോ ലൈറ്റ് അകത്തേക്ക് കയറുന്നു, ഇതുവഴിയും യെല്ലോ ലൈറ്റ് അകത്തേക്ക് കയറുന്നു. അപ്പം മറു സൈഡിൽ ഇതുപോലെ ഒരു വൈറ്റ് സ്ക്രീൻ കൊണ്ടുവച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായിരിക്കും? 2 യെല്ലോ വൈറ്റ് ലൈറ്റ് അല്ല, യെല്ലോ ലൈറ്റ് ആണ്. ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി. ഇപ്പം ഇതുവഴി യെല്ലോ ലൈറ്റ് അകത്തേക്ക് കയറി, ഇതുവഴിയും യെല്ലോ ലൈറ്റ് അകത്തേക്ക് കയറി.
അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായിരിക്കും? വൈറ്റ് സ്ക്രീനിൽ കിട്ടുന്നത് 2 യെല്ലോ ലൈൻ കിട്ടും എന്നായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ചിന്ത തെറ്റാണ്. നമ്മുടെ സ്ക്രീനിൽ കിട്ടുന്നത് ഇതാണ്ട് ഇങ്ങനെയാണ്. സ്ക്രീനിൽ കിട്ടുന്നത് ഒരു യെല്ലോ ലൈൻ കിട്ടും. കണ്ടോ? ഒരു യെല്ലോ ലൈൻ കണ്ടോ? ഒരു യെല്ലോ ലൈൻ കിട്ടും. ഇനി അതിൻ്റെ അപ്പുറത്ത് ഒരു ഡാർക്ക് ലൈൻ കിട്ടും. ഇപ്പുറത്ത് ഒരു ഡാർക്ക് ലൈൻ കിട്ടും. വീണ്ടും ഒരു യെല്ലോ ലൈൻ കിട്ടും. കണ്ടോ? വീണ്ടും ഒരു ഡാർക്ക് ലൈൻ കിട്ടും. ഇവിടെ ഈ സൈഡിലും യെല്ലോ ലൈൻ, പിന്നെ ഡാർക്ക്, യെല്ലോ ലൈൻ, ഡാർക്ക്. അതുപോലെ ഇപ്പുറത്തെ സൈഡിലും യെല്ലോ ലൈൻ, ഇവിടെ ഡാർക്ക്. ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ലൈൻസ് ആയിരിക്കും കിട്ടുന്നത്. ഇതിനെ ഞാൻ പറയുന്നത് ഇന്റർഫറൻസ് പാറ്റേൺ എന്നാണ്. എന്താണ്? ഇന്റർഫറൻസ് പാറ്റേൺ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ കിട്ടുന്നത് ഒരു ഇന്റർഫറൻസ് പാറ്റേൺ ആണ്. ആ ഇന്റർഫറൻസ് പാറ്റേണിനകത്ത് സെന്ററിലൊരു ബ്രൈറ്റ് നിങ്ങൾക്ക് കണ്ടു കാണും. അപ്പോൾ ഈ സെന്ററിലുള്ള ഈ ബ്രൈറ്റിനെ സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ് എന്ന് പറയാം. സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ്. ഓക്കെ, അത് സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ്. ഓക്കെ, അത് യെല്ലോ ആണ്. ഇനി അതിൻ്റെ തൊട്ടപ്പുറവും ഡാർക്ക് കണ്ടു, അതിൻ്റെ അപ്പുറവും ബ്രൈറ്റ് കണ്ടു. ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ലൈൻസ് ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് കിട്ടിയത് ഇന്റർഫറൻസ് പാറ്റേൺ ആണ്, അല്ലെങ്കിൽ ഇന്റർഫറൻസ് ഫ്രിഞ്ചസ് ആണ്. എന്താണ്? ഇന്റർഫറൻസ് ഫ്രിഞ്ചസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്റർഫറൻസ് ഫ്രിഞ്ചസ് സ്ക്രീനിൽ കിട്ടി. ഇനി നമ്മൾ ഈ ബ്രൈറ്റ് ബാൻഡുകളെ നോക്കിയാൽ എല്ലാം ഒരേ ഇന്റൻസിറ്റിയുള്ള ബ്രൈറ്റ് ബാൻഡ്സ് ആയിരിക്കും. ഇനി തിക്നെസ് നോക്കിയാൽ ഡാർക്ക് ബാൻഡിൻ്റെയും ബ്രൈറ്റ് ബാൻഡിൻ്റെയും തിക്നെസ് സെയിം ആയിരിക്കും. ഇത്രയാണ് നമുക്ക് എക്സ്പെരിമെൻ്റ് നടത്തിയപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ റിസൾട്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് എന്ന് ഞാൻ പറയാം. എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിനകത്ത് ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് കാണും. തൊട്ടപ്പുറത്ത് ഒരു ഒപ്പേക്ക് സ്ക്രീൻ കാണും. അതിനകത്തൊരു സ്ലിറ്റ് ഉണ്ട്. തൊട്ടപ്പുറത്ത് വീണ്ടും ഒരു ഒപ്പേക്ക് സ്ക്രീൻ. അതിനകത്ത് 2 പാരലായിട്ടുള്ള സ്ലിറ്റ് ഉണ്ട്. ഇനി ഈ 2 സ്ലിറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ ഡി എന്നാണ് വിളിക്കുക. ഇത് യൂഷ്വലി 1 മില്ലിമീറ്റർ ആണ് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. ഇനി അടുത്ത് ദൂരെ ഒരു സ്ക്രീൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ആ സ്ലിറ്റിൽ നിന്ന്, ഡബിൾ സ്ലിറ്റിൽ നിന്ന് ആ സ്ക്രീൻ വരെയുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ഡി എന്നാണ് വിളിക്കുന്നത്. അത് യൂഷ്വലി 1 മീറ്റർ ആണ് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ വയ്ക്കുക. ഇനി നമ്മൾ അവിടെ ആ സ്ക്രീനിൽ കിട്ടുന്നത്, ഇവിടുന്ന് യെല്ലോ ലൈറ്റാണ് പോകുന്നത്. യെല്ലോ ലൈറ്റ് ഈ 2 സ്ലിറ്റ് വഴി കടന്നു എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്ക്രീനിൽ 2 യെല്ലോ ലൈൻ വരുമെന്നാണ്. പക്ഷേ യെല്ലോ ലൈൻ അല്ല വരുന്നത്. സ്ക്രീനിൽ കിട്ടുന്നത് ഒരു സെൻട്രൽ ബ്രൈറ്റ് ലൈൻ കിട്ടും. അത് യെല്ലോ ആണ്. അതിൻ്റെ അപ്പുറവും എന്താ കിട്ടുക? ഡാർക്ക് കിട്ടും. അതിൻ്റെ അപ്പുറവും ബ്രൈറ്റ് കിട്ടും. ഇങ്ങനെ ആൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഇന്റർഫറൻസ് പാറ്റേൺ അല്ലെങ്കിൽ ഇന്റർഫറൻസ് ഫ്രിഞ്ചസ് കിട്ടും. എല്ലാ ബ്രൈറ്റ് ബാൻഡിൻ്റെയും ഇൻറ്റൻസിറ്റി സെയിം ആയിരിക്കും. ഡാർക്ക് ബാൻഡിനും ബ്രൈറ്റ് ബാൻഡിനും ഒരേ തിക്നെസ് ആയിരിക്കും. ഇത്രയാണ് അദ്ദേഹത്തിന് കിട്ടിയത് എക്സ്പെരിമെൻ്റ് നടത്തിയപ്പോൾ. ഓക്കെ, ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ പിക്ചർ ഇനി മാറ്റി വരയ്ക്കാൻ പോവാണ്. ഐഡിയകളൊക്കെ പിടികിട്ടിയല്ലോ. അപ്പോൾ ഇതെല്ലാം റൈസ് ചെയ്ത് കളയാം. ഓക്കെ, സി ദിസ് ഈസ് ദ സോഴ്സ്. ഓക്കെ, ദെൻ ദിസ് ഈസ് ദ സ്ക്രീൻ. ഓക്കെ, this is a screen. How many slits are there? Only 1. Then see, this is the next screen. How many slits are there? 2. Okay, 2 slits are there. I call this as S1. I call this as S2. Okay, then this is a screen. Okay, so on the screen you will get what? Interference pattern. So interference pattern means bright line, dark line, bright line, dark line. So this way you will get lines. Okay, yellow line and darkness. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, കുറേ യെല്ലോ ലൈൻസ് കാണുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഡാർക്ക് സ്പേസും കാണുന്നുണ്ട്. ദിസ് ഈസ് ഇന്റർഫറൻസ് പാറ്റേൺ. ഓക്കെ, ഇനി ദിസ് ഡിസ്റ്റൻസ് ഈസ് ക്യാപിറ്റൽ ഡി. ദെൻ ദിസ് ഡിസ്റ്റൻസ് ഈസ് സ്മോൾ ഡി. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഇനി ഒരു കുഴപ്പമില്ല. സോ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് കൺസിസ്റ്റ് ഓഫ് 2 parallel slits S1 and S2 which are illuminated by a sodium vapor lamp. Okay, experimental setup consists of 2 parallel slits which are illuminated by another slit which in turn is illuminated by a sodium vapor lamp. Adale correct? See, experimental setup consists of 2 parallel slits S1 and S2 at a distance small d, usually 1 millimeter. These 2 are illuminated by another slit which in turn is illuminated by a monochromatic source.
A screen is arranged at a large distance, capital D, usually 1 meter from the double slit plane. Okay, so this is experimental setup. Then on the screen we get alternate dark and bright interference pattern. The central bright one is called the central bright band. On either side we get dark bands, thus we get alternate dark and bright bands. Then thickness is same for dark band and bright band. Then intensity is same for all bright bands. So this is a introduction. So once again, experimental setup consists of two parallel slits, S1 and S2, which are illuminated by another slit, which in turn is illuminated by a sodium vapor lamp. A screen is arranged at a large distance, capital D, usually 1 meter from the double slit plane. Okay, then on the screen we get a central bright band. Then on either side we get dark bands, thus we get alternate dark and bright interference pattern. Then all bright bands have same intensity, thickness is same for dark band and bright band. This is the introduction section. ഇനി ഞാൻ ഇതും ഇറേസ് ചെയ്ത് കളയാണ്, എന്നിട്ട് വീണ്ടും ഒരു ഡയഗ്രാം വരയ്ക്കാൻ പോകുന്നു. സൊല്യൂഷൻ. See, this is a first slit, so I name it S1. This is a second slit, this is S2. No problem, the distance between these two slits is D. Then see, this is a mid level. Okay, okay, then this is your white screen. Okay, then this distance is capital D, you know, so this distance is capital D. Now see, this is the point where you get a bright band. അപ്പം ഞാനിവിടെ അതങ്ങ് വരയ്ക്കാം. അപ്പോൾ ഇവിടെ ഞാനിവിടെ പാറ്റേൺ അങ്ങ് വരയ്ക്കാൻ പോവാണ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ബ്രൈറ്റ് ബാൻഡിനെയാണ്. കണ്ടോ കണ്ടോ, ഈ ഇരിക്കുന്നത് എന്താണ്? ബ്രൈറ്റ് ബാൻഡാണ്. കണ്ടല്ലോ. ഇനി അടുത്തത് തൊട്ടപ്പുറത്തൊരു ഡാർക്ക് ബാൻഡ് കിട്ടി, ഇവിടെയും ഡാർക്ക് കിട്ടി, വീണ്ടും ഇപ്പുറത്ത് ബ്രൈറ്റ് കിട്ടി. കണ്ടോ, അപ്പോൾ ഇത് ബ്രൈറ്റ് ആണ്, ഇത് ബ്രൈറ്റ് ആണ്, വീണ്ടും ഡാർക്കാണ്, വീണ്ടും ബ്രൈറ്റ് ആണ്. ഓക്കെ, ബ്രൈറ്റ് കിട്ടി. അപ്പോൾ അങ്ങനെ ആൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡ്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സോ ദിസ് ഈസ് ഇൻ്റർഫറൻസ് പാറ്റേൺ. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇൻ്റർഫറൻസ് പാറ്റേൺ ആണ്. ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ ഈ പോയിന്റിനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ പോയിന്റിനെ ഞാൻ O എന്നാണ് വിളിക്കുന്നത്. ഈ പോയിന്റിന്റെ പേരെന്താണ്? O എന്നാണ്. O ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എവിടെ ആണെന്നുള്ളത് മനസ്സിലാക്കണം. സെൻട്രൽ ബ്രൈറ്റിന്റെ സെന്റർ ആണ്. സെൻട്രൽ ബ്രൈറ്റിന്റെ സെന്ററിനെയാണ് O എന്ന് ഞാൻ മാർക്ക് ചെയ്തത്. ഇനി ഞാൻ സ്ക്രീനിലെ ഒരു പോയിന്റ് ഞാൻ എടുക്കാം. സ്ക്രീനിലെ ഈ ഒരു പോയിന്റ് ആണ് ഞാൻ എടുത്തത്. ഈ പോയിന്റിനെ ഞാൻ P എന്നാണ് വിളിക്കുക. ഈ പോയിന്റിനെ വിളിക്കുന്ന പേര് P എന്നാണ്. ആ പിയിൽ ഇപ്പൊ കിട്ടിയിരിക്കുന്നത് എന്താണ്? P എന്ന് പറയുന്നത് ഞാൻ എടുത്തത് സെൻട്രൽ ബാൻഡിന്റെ സെന്റർ ആണ്. ഓക്കെ, അപ്പൊ സെൻട്രൽ ബാൻഡ് ഒരു ബ്രൈറ്റ് ബാൻഡിന്റെ സെന്റർ ആണ്. ബ്രൈറ്റ് ബാൻഡിന്റെ സെന്റർ ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു ബ്രൈറ്റ് ബാൻഡിന്റെ സെന്റർ ആണ് ഞാൻ P എന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ലൈറ്റിന് ഈ സ്ലിറ്റിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒരെണ്ണം എടുക്കാം, ഇവിടെ എടുക്കാം കേട്ടോ. ഇതാണ് പോയിന്റ് P എന്നിരിക്കട്ടെ. അപ്പൊ ഇത് വേണ്ട, ഇതാണ് പോയിന്റ് P. അപ്പോൾ P എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ പറയൂ. ബ്രൈറ്റ് ആണ് അല്ലേ? അപ്പൊ P എന്ന് പറയുന്നത് ബ്രൈറ്റ് ആണ്. ആരുടെ സെന്റർ ആണത്? ബ്രൈറ്റിന്റെ സെന്റർ ആണ് P. അപ്പോൾ ഈ സ്ലിറ്റിൽ നിന്ന് ലൈറ്റിന് ഇവിടെ എത്താൻ പറ്റും, അതുപോലെ ഈ സ്ലിറ്റിൽ നിന്നും ലൈറ്റിന് ഇവിടെ എത്താൻ പറ്റും. അപ്പൊ ഈ രണ്ട് സ്ഥലത്തു നിന്ന് ലൈറ്റിന് ഇവിടെ എത്താൻ പറ്റും. ഈ രണ്ട് ലൈറ്റിന്റെയും കൂടെ, രണ്ട് ലൈറ്റ് റൈസിന്റെയും കൂടെ എന്ത് സംഭവിക്കും? ഇന്റർഫറൻസ് Pയിൽ നടക്കും. രണ്ടിന്റെയും കൂടെ ഇന്റർഫറൻസ് അവിടെ Pയിൽ നടക്കും. ഇനി ഇത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണെങ്കിൽ P എന്ന് പറയുന്നത് ബ്രൈറ്റ് ആയിരിക്കും. ഇനി നമ്മുടെ P എന്ന് പറയുന്നത് ഇവിടെ ആയിരുന്നെങ്കിലോ, ഇതായിരുന്നു P എങ്കിലോ, ഈ സ്ലിറ്റിൽ നിന്ന് ലൈറ്റ് ഇവിടെ എത്തും, ഈ സ്ലിറ്റിൽ നിന്നും ലൈറ്റ് ഇവിടെ എത്തും. ഈ രണ്ട് ലൈറ്റ് വേവ്സിന്റെയും കൂടെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് P എന്ന് പറയുന്നത് ഡാർക്ക് ആയിരിക്കും എന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പൊ ഞാനിപ്പോ P യെ ഒരു ജനറൽ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ P ഡാർക്ക് ആവാം, ബ്രൈറ്റ് ആവാം. Pയിലേക്ക് S1ൽ നിന്നും ലൈറ്റ് എത്തും, S2ൽ നിന്നും ലൈറ്റ് എത്തും ആണല്ലോ. ഇത് രണ്ടും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് n ലാംഡ ആണെങ്കിൽ അവിടെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടന്ന് ബ്രൈറ്റ് ഉണ്ടായി എന്ന് പറയാം. ഇത് രണ്ടും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് n+½ ലാംഡ ആണെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടന്ന് പോയിന്റ് P എന്താവും? ഡാർക്കായി എന്ന് നമുക്ക് പറയാം. നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് P എന്ന് പറയുന്നത്? ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബ്രൈറ്റ് ബാൻഡിന്റെ സെന്റർ ആണ്.
ഈ പി എന്ന് പറയുന്ന ഇതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പി എന്ന് പറയുന്ന ഒരു ജനറൽ പോയിന്റ് ആണ്. അത് ഡാർക്ക് ആവാം, ബ്രൈറ്റ് ആവാം. ഇനി S1 നിന്ന് ലൈറ്റ് അവിടെ എത്തും, S2 നിന്ന് ലൈറ്റ് അവിടെ എത്തും. ഇത് രണ്ടും തമ്മിലുള്ള പാത്ത് ഡിഫറൻസിന്റെ ആൻസർ n ലാംഡ ആണെങ്കിൽ പോയിന്റ് പി എന്തായിരിക്കും? ബ്രൈറ്റ് ആയിരിക്കും. n പ്ലസ് ഹാഫ് ലാംഡ ആണെങ്കിൽ പോയിന്റ് പി എന്തായിരിക്കും? ഡാർക്ക് ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടീഷൻ പഠിപ്പിച്ചതാണ്. ഇനി ഞാനിവിടെ ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുന്നു. കണ്ടോ, ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു. അതുപോലെ ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു, ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു. ഓക്കെ, രണ്ട് ട്രയാങ്കിൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്. ഈ പോയിന്റിന്റെ പേരാണ് പി. അവിടെ ഇരിക്കട്ടെ. ഇനി എനിക്കിവിടെ പാത്ത് ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു തരണം. പാത്ത് ഡിഫറൻസ് എന്താണെന്ന് പറയൂ. പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് S2P ആണ് വലുത്. S2P മൈനസ് S1P ആണ്. ഓക്കെ, അപ്പോൾ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് S2P മൈനസ് S1P ആണ്. എല്ലാവർക്കും അറിയാമെന്നുള്ള കേസ്. ഞാനിനി ഇവിടെ ഈ ട്രയാങ്കിളിനെ കാണുന്നുണ്ട്. കണ്ടോ, ഈ വലിയ ട്രയാങ്കിളിനെ കാണുന്നുണ്ട്. ഇതിൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നാണ്. നിങ്ങൾ നോക്കൂ, ഇതല്ലേ O തൊട്ട് P വരെയുള്ള ഈ ഡിസ്റ്റൻസിനെ ഞാൻ എക്സ് എന്നാണ് ജനറലി വിളിക്കുന്നത്. പിയിലേക്കുള്ള ജനറൽ ഡിസ്റ്റൻസിനെ ഞാൻ എന്താ വിളിക്കുക? എക്സ് എന്നാണ്. ഇനി പറയണം, ഞാൻ പറയാൻ പോകുന്ന കാര്യം S2P സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ്. S2P സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും? S2P സ്ക്വയർ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ബേസ് എത്രയാ? ഡി ആണ്. അപ്പോൾ ഡി സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. നിങ്ങൾ പറ, ഇവിടം തൊട്ട് ഇതുവരെയുള്ള ദൂരം എന്താണ്? നിങ്ങൾ പറ, ഇവിടം തൊട്ട് ഇതുവരെയുള്ള ദൂരം എന്താണ്? എക്സ് ആണ്. ഈ ദൂരം എന്താണ്? എക്സ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെ എക്സ് ആണ്. ഇനി അടുത്തത് ഇത്രയും ദൂരം ഡി ആണ്. അപ്പോൾ ഇത് D/2 ആണ്. ഇത്രയും ദൂരം ഡി ആണ്. അപ്പോൾ ഇത് എത്രയാ? D/2 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇതുവരെ എക്സും ഇവിടെ നിന്ന് D/2 ആണെങ്കിൽ ഈ ദൂരം എക്സ് പ്ലസ് D/2 ആണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. പെട്ടെന്ന് പറ, ആൾട്ടിറ്റ്യൂഡ് എന്താണ്? എക്സ് പ്ലസ് D/2ന്റെ സ്ക്വയർ എന്നാണ്. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിളിൽ S1P സ്ക്വയർ എന്ത് വരും? S1P സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നാണ്. ബേസ് എന്ന് പറഞ്ഞാൽ ഡി ആണ്, പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഈ ദൂരം എന്ത് വരും? ഇവിടെ നിന്ന് ഇതുവരെ എക്സ് ആണ്. ഇത്രയും ദൂരം D/2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ദൂരം എന്ത് വരും എന്നാണ് ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത്. എത്ര വരും? എക്സ് മൈനസ് D/2 എന്നാണ്. ഓക്കെ, അതിന്റെ സ്ക്വയർ എന്ന് എഴുതാം. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഈ സാധനം അറിഞ്ഞാലേ എന്റെ സ്ക്വയർ ഇടാൻ പറ്റൂ. അപ്പൊ ഈ സാധനം എത്ര? ഇവിടെ നിന്ന് ഇതുവരെ എക്സ്, ഇവിടെ നിന്ന് ഇതുവരെ D/2. അപ്പൊ ഇത്രയും ദൂരം എത്ര? എക്സ് മൈനസ് D/2 എന്നാണ് അതിന്റെ സ്ക്വയർ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് S2P സ്ക്വയർ മൈനസ് S1P സ്ക്വയർ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം. പറഞ്ഞോ, ഡി സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് D/2ന്റെ സ്ക്വയർ മൈനസ് മൈനസ് കഴിഞ്ഞ് ബ്രാക്കറ്റ് ഇടണം. ബ്രാക്കറ്റിലിടാം. ഇത് ഡി സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് D/2ന്റെ സ്ക്വയർ എന്നാണ്. ഓക്കെ, ഇനി ഇത് റെഡിയാക്കി എഴുതാം പെട്ടെന്ന്. S2P സ്ക്വയർ മൈനസ് S1P സ്ക്വയർ. S2P സ്ക്വയർ മൈനസ് S1P സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ്പാൻഡ് ചെയ്യുക. ഡി സ്ക്വയർ പ്ലസ് അടുത്ത എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. പെട്ടെന്ന് പറയുക. എക്സ് സ്ക്വയർ പ്ലസ് 2ab 2x ഇൻറ്റു D/2 2x ഇൻറ്റു D/2 പ്ലസ് ബി സ്ക്വയർ D/2ന്റെ സ്ക്വയർ. അപ്പോൾ ഡി സ്ക്വയർ ബൈ 4 എന്നാണ്. മൈനസ് മൈനസ് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ. ഇനി ഇതുപോലെ എക്സ്പാൻഡ് ചെയ്യുക. ഡി സ്ക്വയർ പ്ലസ് അടുത്ത എക്സ് മൈനസ് D/2ന്റെ സ്ക്വയർ. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ ആൻസർ എന്താ? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. പെട്ടെന്ന് പറയും. എക്സ് സ്ക്വയർ മൈനസ് 2ab 2x ഇൻറ്റു D/2 2x ഇൻറ്റു D/2 പ്ലസ് ബി സ്ക്വയർ. D/2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 എന്നാണ്. ഓക്കെ, ഇനി ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ S2P സ്ക്വയർ മൈനസ് S1P സ്ക്വയർ ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് പറയണം, ഡി സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് ഇതെത്ര വരും? XD എന്ന് വരും. പ്ലസ് ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 മൈനസ് ഡി സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് XD അല്ലേ? അടുത്ത മൈനസ് ഡി സ്ക്വയർ ബൈ 4 എന്ന് വരും. ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്തു. അടുത്ത ഇത് ക്യാൻസൽ ചെയ്തു. ബാക്കി S2P സ്ക്വയർ മൈനസ് S1P സ്ക്വയർ ഈസ് ഈക്വൽ ടു
2xd എന്നായി. ഇനി നമുക്കറിയാവുന്ന കാര്യം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പോൾ ഇതിനെ s2p പ്ലസ് s1b ഇൻറ്റു s2p മൈനസ് s1b എന്ന് എഴുതാം ആണല്ലോ, ഈസ് ഈക്വൽ ടു 2xd എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതിനകത്ത് s2p മൈനസ് s1b എടുത്താൽ എന്ത് വരും? ഈസ് ഈക്വൽ ടു 2xd ഡിവൈഡഡ് ബൈ s2p പ്ലസ് s1b എന്നാണ്. ഇനി s2p മൈനസ് s1b ഈസ് ഈക്വൽ ടു 2xd അതുപോലെ എഴുതി. ഇനി s2pയും s1bയും എന്താണെന്ന് പറയണം. നിങ്ങൾ പറ, s2 തൊട്ട് p വരെയുള്ള ദൂരം അപ്രോക്സിമേറ്റ്ലി, നമ്മളിപ്പോൾ ഈ s1 s2 തമ്മിലുള്ള ദൂരം ഞാൻ പറഞ്ഞു 1 മില്ലിമീറ്റർ ആണ്, വളരെ ചെറുതാണ്. അപ്പോൾ ഈ s2p എന്ന് പറയുന്ന ദൂരവും s1p എന്ന് പറയുന്ന ദൂരവും ആൾമോസ്റ്റ് സെയിം ആണ്. ഇത് രണ്ടും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഈ ക്യാപിറ്റൽ ഡി ആണ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, ഈ ദൂരം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡി ആണ്. ഈ s2p എന്ന് പറയുന്നതും s1p എന്ന് പറയുന്നതും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്. രണ്ടിന്റെ ആൻസറും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ക്യാപിറ്റൽ ഡി ആണ്, ഷാർപ്പ്ലി അല്ല, അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ ഇതിന് പകരം ഡി എഴുതാം, ഇതിന് പകരം ഡി എഴുതാം. അപ്പോൾ d പ്ലസ് ഡി എന്നാണ്. അപ്പോൾ s2p മൈനസ് s1b ഈസ് ഈക്വൽ ടു 2xd ഡിവൈഡഡ് ബൈ 2d എന്നാണ്. അപ്പോൾ xd ബൈ d എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന s2p മൈനസ് s1b എന്ന് പറഞ്ഞാൽ പാത്ത് ഡിഫറൻസ് ആണ്. നമ്മൾ ആദ്യമേ ചെയ്തു വെച്ചു. അപ്പോൾ ഈ പാത്ത് ഡിഫറൻസിൻ്റെ ആൻസർ ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്, xd ബൈ d എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഒന്നും കൂടെ പറയാം. ലൈറ്റ് ഈ സെലിറ്റിൽ നിന്നും പിയിലെത്തും. ഇത് രണ്ടും തമ്മിലുള്ള പാത്ത് ഡിഫറൻസിന്റെ ആൻസർ xd ബൈ d എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഈ പാത്ത് ഡിഫറൻസ് n ലാംഡ ആണെങ്കിൽ ആ പോയിന്റ് പി എന്ന് പറയുന്നത് ബ്രൈറ്റ് ആയിരിക്കും. ഈ സാധനം n പ്ലസ് ഹാഫ് ലാംഡ ആണെങ്കിൽ പോയിന്റ് പി എന്തായിരിക്കും? ഡാർക്ക് ആയിരിക്കും. ഇത്രയാണ് ഞാൻ പഠിപ്പിച്ചത്. Now listen properly the entire things once again. So we have two slits S1 and S2. Okay. Then the distance between these two is small d. This distance is a small d. Then this is a midline. Okay. This is a screen. Okay. This distance is capital D. You know. Then this point is named O. Then I shall draw the interference pattern here. So this is bright yellow band, then dark band, then bright band, dark band, bright band, dark band, like that you can get. Then here also dark, then bright, dark, bright, dark. So this is an interference pattern we obtained. This point is called O. Listen, O is a center of central bright. O is a center of central bright. Now you consider a point here. So this point is known by the name P. Okay. Then the distance from O to P is taken as X. Distance is taken as X. Then light from S1 can reach this P. Light from S2 can reach point P. So the path difference between these two is S2p minus S1p. So path difference, I shall write it here. So path difference is S2p minus S1p. If this path difference is equal to n lambda, your point P will be bright. Is it clear? Then you can take point P as this one. Okay, no problem. Then light from this slit will reach there. Light from this slit also will reach there. Then path difference between these two must be equal to n plus half lambda. Okay, then point P will be dark. So P is a general point. P may be dark or bright. P may be dark or bright. If P is bright, it will be the center of bright. Then if P is dark, then P is taken as a center point of dark. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മൾ പി എന്ന് എടുക്കുന്നത് ആ എടുക്കുന്ന ബാൻഡിന്റെ സെന്റർ ആയിരിക്കണമെന്ന്. അപ്പോൾ see, this is P is a general point. P can be bright or dark. Then if P is bright, constructive interference takes place. If P is dark,
destructive interference takes place. Light from first slit will reach here, second slit will reach here. If the path difference between these two is n lambda, point P will be bright. If it is n plus half lambda, point P will be dark. Is it clear? Now listen. See, I am considering this general point P. The distance from O to P is taken as x. Then, see, this distance is what? D by 2. This distance is also D by 2. No problem. Then, I shall form a triangle, right triangle here. Then, I shall form another right triangle here. You can see two right triangles here. So, you take the bigger one. So, this is a bigger one. Hypotenuse square is equal to base square plus altitude square. So what is a hypotenuse? S2P. So hypotenuse square is equal to base square d square plus altitude square. What is altitude? This is altitude. So what is it? This is x. This is d by 2. So x plus d by 2 square. Is it? Then similarly you take the small triangle. What is hypotenuse square? S1P square. What is hypotenuse square? Base square plus altitude square. Base is d. So d square plus what is altitude? What is altitude here? So this distance is x. This is d by 2. Then what will be this? X minus d by 2. So x minus d by 2. It's a square. So I have S2P square and S1P square. Then what will be S2P square minus S1P square? So take, see this minus this. See d square plus x plus d by 2 square minus, after minus negative, bracket. See after negative bracket, then this one d square plus x minus d by 2 square. Okay, then S2P square minus S1P square is equal to what? Expand d square plus a plus b the whole square model. So a square plus 2ab plus b square. Say a square plus 2ab, 2x into d by 2 plus b square, d by 2 square, d square by 4 minus, after minus bracket. See a square, d square plus then a minus b the whole square model. A square minus 2ab plus b square. Say x square minus 2x into d by 2 plus d by 2 square. So d square divided by 4. Then opening the bracket. See S2P square minus S1P square is equal to d square plus x square plus, see it becomes xd plus d square divided by 4 minus d square minus x square, then plus xd, then minus d square by 4. Okay, so these two cancel, these two cancel, these two cancel. So I am getting S2P square minus S1P square is equal to 2xd. Is it clear? Then a square minus b square is a plus b into a minus b. So this can be written as S2P plus S1P into S2P minus S1P. Am I right? Is equal to 2xd. Am I right? Then I want the answer of S2P minus S1P. S2P minus S1P is equal to 2xd divided by S2P plus S1P. Am I right? Then listen. S2P and S1P are approximately equal. Why approximately equal? Because this distance is very small. Small d is usually 1 millimeter. So S2P and S1P will be approximately equal. So both taken as equal to capital D. So this can be taken as equal to capital D. That can be taken as equal to capital D. So S2P minus S1P is equal to 2xd divided by d plus d, or is equal to 2xd divided by 2d. So I am getting xd by d. Okay, so what is answer I got? Sd by d. Then what is S2P minus S1P? It is path difference. So path difference is equal to xd divided by d. This is a result I got. Say light from first slit will reach P, light from second slit will reach P. The path difference between the waves is equal to xd by d.
path difference between the waves is equal to xd by d. If this path difference is equal to n lambda, point P will be bright. If this is equal to n plus half lambda, point P will be dark. മനസ്സിലായോ? അപ്പോൾ ഇത്രയും സ്ഥലം ക്ലിയർ ചെയ്താൽ എനിക്ക് അടുത്തതിലേക്ക് പോകാമായിരുന്നു. അപ്പോൾ ഇനി റിപ്പീറ്റ് ചെയ്ത് പറയാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ റൈസ് ചെയ്ത് കളയാണ്. See, experimental setup consists of two parallel slits S1 and S2. Then the distance between these two is taken as small d, usually 1 millimeter. This is a central, this is a perpendicular bisector of the line joining S1 and S2. Then this is a screen at a distance capital D. On the screen I get interference pattern like this. Okay, then here I will get a bright band, then dark band, bright, dark, bright, dark, like that I will get here dark, then bright, then dark, bright. So dark, this way I get interference pattern. This point is taken as O. O is a bright band, I name it central bright. O is a center of central bright. Then you can take a general point P. So P is a point taken. Okay, then light from slit S1 can reach P, light from slit S2 can also reach P. Then see the path difference between these two, path difference between these two is S2P minus S1P. Am I right? If S2P minus S1P is n lambda, this point will be bright. Then if it is equal to n plus half lambda, point P will be dark. See, P may be a dark point or bright point. It depends. See, you can take this point as P or this point as P. So whatever be the point should be the center of that band. See, if P is the point here, it should be the center of dark band. If P is considered here, it is a center of bright band. Am I right? See, what is the path difference? S2P minus S1P. Then see, see this distance d by 2. This distance also d by 2. Okay, then I am forming a triangle here. So again here also I am forming a triangle. Okay, now tell me what is you take the bigger one. See, what is S2P square, hypotenuse square, equal to base square plus altitude square. Base square plus altitude. So what will be the altitude? So this distance is generally taken as x. Okay, so what will be this distance? So base square plus altitude square. What is this distance? X plus d by 2. So x plus d by 2. Okay, then similarly, what is S1P square? S1P square, what will be it? Base square plus altitude square, d square plus altitude square. What is altitude here? This one. So this is x, this is d by 2. So what will be this? X minus d by 2. Okay, then what is the next one? See, I want the answer of S2P square minus S1P square. Okay, so shall I calculate this minus this? So what did you get? ഒറ്റയടിക്ക് ആൻസർ പറയാണ് 2xd. പക്ഷെ നിങ്ങൾ എക്സാമിന് അങ്ങനെ എഴുതിയാൽ പോരാ, നിങ്ങൾ സ്റ്റെപ്പ് എഴുതണം. സോ ദിസ് ഈസ് ആൻസർ ഓഫ് S2P സ്ക്വയർ മൈനസ് S1P സ്ക്വയർ. If S2P square minus S1P square can be written as a plus b into a minus b model. See, S2P plus S1P into S2P minus S1P. Am I right? See, is equal to right side 2xd. So 2xd. So from this I am calculating S2P minus S1P. What is S2P minus S1P? Say 2xd divided by S2P plus S1P. Okay, that is equal to 2xd divided by S2P and S1P are approximately equal. You take both as d. So d plus d, it becomes 2d. S2P minus S1P is equal to how much? Xd by d. Okay, then tell me what is S2P minus S1P? It is path difference. So I am getting the path difference as xd by d. Keep in mind. So what is answer of path difference? Xd by d. If xd by d equal to n lambda, your point P will be bright. If xd by d equal to n plus half lambda, point P will be dark. Is it clear?
അപ്പോൾ ഇത്രയും ഓർത്ത് വെച്ചോണം. ഈ ഇക്വേഷൻ മറക്കരുത്. സി ലൈറ്റ് ഫ്രം ഫസ്റ്റ് സൊല്യൂട്ട് വിൽ റീച്ച് പി, സെക്കൻഡ് സൊല്യൂട്ട് വിൽ റീച്ച് പി. വാട്ട് ഈസ് ദ പാത്ത് ഡിഫറൻസ്? എക്സ് ഡി ബൈ ക്യാപിറ്റൽ ഡി. ഇഫ് ദിസ് ഈസ് ഈക്വൽ ടു എൻ ലാംഡ, പോയിന്റ് പി വിൽ ബി ബ്രൈറ്റ്. ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു എൻ പ്ലസ് ഹാഫ് ലാംഡ, പോയിന്റ് പി വിൽ ബി ഡാർക്ക്. ഇത്രയും ഓക്കെ ആണേ.